ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പ സൗദിയിലേക്ക് തിരിച്ചു പോയി ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സാണ്. തലേ ദിവസം മുതലേ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 2 ദിവസത്തെ വീഡിയോ ആണ് നിങ്ങളിനി കാണാനായിട്ട് പോണത്. എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് ഉണ്ടാക്കിയത് ഉമ്മ. അപ്പോൾ എനിക്ക് പൂരി കഴിക്കാൻ തീരെ തോന്നില്ലേനി. അതുകൊണ്ട് ഞാൻ ഓട്സ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് 100% ഹോൾ ഗ്രെയിൻ ഓട്സ് ആണ്. അത് കുറച്ചെടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിലേക്കായിട്ട് നമുക്ക് പാകത്തിന് ഉപ്പും പിന്നെ ഞാനൊരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ കുറച്ചൊരു ചിക്കൻ്റെ ഫ്ലേവർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ബാറ്റർ പോലെ ആക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി, തക്കാളി, പിന്നെ മല്ലിയില, പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. എനിക്കിങ്ങനെ പച്ചമുളക് ഇടയിൽ കടിക്കുന്നത് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മുളക് ചേർത്തിട്ടില്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്കിപ്പം എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഇത്ര മാത്രം ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഓട്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ, എല്ലാവർക്കും അറിയാൻ മതിയാവും. അപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല ഹൈ ക്വാളിറ്റി ഓട്സ് തന്നെ നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഡിസാനോൻ്റെ ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ആക്കി കൊടുക്കുന്നത് നന്നാവും. ഞാനിപ്പോൾ കുറച്ച് ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഒരു തവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് ചൂടായി തുടങ്ങുമ്പം ഫ്ലെയിം മീഡിയത്തിലേക്കാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു കയ്യിൽ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ കളറ് മാറാനായിട്ട് തുടങ്ങുമ്പം കുറച്ച് ഓയിൽ സൈഡിലൂടെയും പിന്നെ മേലെക്കൂടെയൊക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. താഴ്ഭാഗം കുക്കായി എന്ന് തോന്നുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡും കൂടെ ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ് ദോശ റെഡിയായി. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അത്താഴത്തിനും അല്ലെങ്കിൽ രാത്രി ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. ഹെൽത്തിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിലേക്ക് ഞാനിപ്പം കറിയൊന്നും കൂട്ടണില്ല. ഇങ്ങനെ പീസായിട്ട് മുറിച്ചിട്ട് അത് എടുത്തിട്ട് തനിയെ കഴിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് തൈരൊക്കെ യൂസ് ചെയ്യാം. ഈ ആലു പറാത്തൊക്കെ കഴിക്കുമ്പം തൈരും അച്ചാറൊക്കെ ആണല്ലോ നമ്മൾ സൈഡായിട്ട് വെക്കുക. അപ്പോൾ അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള ഭാഗത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ ചക്കപ്പണി നടക്കുകയാണ്. ഇപ്പം ഇമ്മയും കൂടെ ചക്ക നന്നാക്കിയിട്ട് അത് വൃത്തിയാക്കി എടുക്കുകയാണ്. നമുക്ക് കഴിക്കാൻ പാകത്തിൽ ആക്കിയെടുക്കുകയാണ്. ഉപ്പ തിരിച്ചു പോകാനായത് അറിഞ്ഞിട്ട് നമ്മുടെ റിലേറ്റീവ്സും അതുപോലെ നൈബേഴ്സും ഒക്കെ ഒരുപാട് ഇതുപോലത്തെ സാധനങ്ങൾ കൊടുത്തയക്കുവേനു. ചക്കായിട്ടും മാങ്ങായിട്ടും ഒക്കെ കൊടുത്തയക്കും. അപ്പോൾ ഉപ്പക്ക് ഇപ്രാവശ്യം നല്ലോണം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇനിയിപ്പം തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റുള്ളതൊന്നും അവിടെ കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൊടുത്തയക്കുന്നത് ഉപ്പ നല്ലോണം കഴിച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഉപ്പാക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നുണ്ടേനു. ഉപ്പ കുറച്ച് ദിവസം മുന്നേ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഒന്നും മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പോകുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ ഇപ്പോൾ പെട്ടി അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പം ഡ്രസ്സൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ആകെ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഞാൻ അയൺ ചെയ്യണുള്ളൂ. കാരണം ഉപ്പ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്കാണ് പോണത്. എന്നിട്ട് അവിടെ ക്വാറൻറ്റൈൻ നിന്നിട്ടാണ് ഉപ്പ സൗദിയിലേക്ക് പോണേ. ക്വാറൻറ്റൈൻ നിൽക്കുന്ന സമയത്ത് എപ്പോഴും റൂമിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ ഉണ്ടാവുക. അപ്പം അങ്ങനെ അധികം അയൺ ചെയ്ത ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചെണ്ണം ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമോ എന്ന് വിചാരിച്ചിട്ട് അയൺ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്.
പണ്ടൊക്കെ ഉപ്പ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഡ്രസ്സെല്ലാം ഞാൻ തന്നെയായിരുന്നു അയൺ ചെയ്ത് കൊടുക്കൽ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ മക്കളും അങ്ങനെ തന്നെ ആവും, ഉപ്പാരത് മക്കൾ തന്നെ ആവും ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം അധികം ഉമ്മനാണ് ഇതൊക്കെ ചെയ്യലുള്ളത്. ഇവിടെ ഉള്ള സമയത്ത് ഞാൻ ഒന്നോ രണ്ടോ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കും, അല്ലാതെ ഇങ്ങനെ മൊത്തത്തിൽ അയൺ ചെയ്ത് വെക്കലൊന്നുമില്ല. ഉപ്പക്ക് കൊണ്ടുപോകാനുള്ള ഒരു അരി വറുത്തത് ഉണ്ടാക്കുകയാണ് ഉമ്മയും കൂടെ. ഉമ്മൻ്റെ കൈ അടഞ്ഞപ്പോൾ ഉപ്പ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കൂരം വറുത്തത് എന്നാണ് പറയൽ. ചിലയിടത്തൊക്കെ അരി വറുത്തത്, ഔലൂസും പൊടി എന്നൊക്കെ പറയലുണ്ട്. നമ്മളവിടെ ഇതിന് കൂരം വറുത്തത് എന്നാണ് കേട്ടോ പറയാം. നിങ്ങളവിടെ എന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റിലായിട്ട് പറയണേ. നമ്മുടെ നാട്ടിലിപ്പം പച്ചമാങ്ങൻ്റെ സീസണാണല്ലോ. പക്ഷെ ഞങ്ങളെ വീട്ടിൽ മാവില്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ അധികം മാങ്ങ കിട്ടലില്ല. പറമ്പിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ഉള്ളതാണ് കിട്ടൽ. ഇതിപ്പം അനീസ്ഖാൻ്റെ ഓടുന്ന് കൊടുത്തയച്ചിട്ടുള്ള മാങ്ങയാണ്. അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ മൂത്തമ്മൻ്റെ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്, കുനുകുനാന്ന് പറഞ്ഞിട്ട്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാനത് കാണിച്ചാണ്, പണ്ടത്തെ വീഡിയോയിൽ കേട്ടോ, കഴിഞ്ഞ മാങ്ങ സീസണിൽ. അപ്പോൾ അതാണ് ഞാൻ ഈ ഉണ്ടാക്കാൻ പോണത്. ഒന്നുമില്ല, നമ്മളിപ്പം കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് കഴിക്കുമല്ലോ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട്, അതേപോലത്തെ ഒരു സംഭവമാണ് ഇത്. ചോറിലേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ച്. മാങ്ങ ഇങ്ങനെ നല്ല ചെറുതായിട്ട് മുറിക്കാം, എന്നിട്ട് അതിലേക്ക് മുളക്, ഉപ്പ്, പഞ്ചസാര ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് മിക്സാക്കി വെക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പം അതിൽ നിന്ന് ലിക്വിഡൊക്കെ വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുറച്ചൊരു ചെനച്ച മാങ്ങയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളിയാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെക്കുകയാണ് ഇപ്പോൾ. ഉപ്പനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൻ്റെ ഒരു കസിൻ വിളിച്ചിട്ടുണ്ടായി. അവർക്കിങ്ങനെ ബിരിയാണിയെല്ലാം വെച്ച് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ഉപ്പ നമുക്കും ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അതാണ് അന്ന് ലഞ്ചായിട്ട് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ആമസോണിൽ നിന്ന് ഒരു ഡെലിവറി വന്നത്. ഇത് ദ ഓർഡിനറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ നിയാസിനമൈഡ് പ്ലസ് സിങ്ക് സൊല്യൂഷനാണ്. നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. ഹൈ സ്ട്രെങ്ത് വിറ്റാമിൻ ആൻഡ് മിനറൽ ബ്ലെമിഷ് ഫോമുലയാണ് ഇതിലുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് കെമിക്കലാണ്. നമ്മളിപ്പം സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന പ്രൊഡക്ട്സിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ് ആണിത്. അപ്പോൾ ആദ്യം നല്ലപോലെ പാച്ച് ടെസ്റ്റ് ചെയ്യണം, ഒരു 24 hours. എന്നിട്ട് അതൊന്ന് എന്ത് ചെയ്യണം, നോക്കണം. അതിനുശേഷം ഒരു റിയാക്ഷനും ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് തിക്കായിട്ടുള്ള സൊല്യൂഷനാണ് കേട്ടോ. അപ്പം ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫേസിലെ പോൾസൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വന്നിട്ടുള്ളത് ലെൻസാണ്, കണ്ണിൽ വെക്കുന്ന ലെൻസാണ്, കോണ്ടാക്ട് ലെൻസ്. ഇത് ഓലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്, ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പം അതിൽ ഞാൻ ഗ്രേ കളറാണ് എടുത്തിട്ടുള്ളത്, റിയൽ ഗ്രേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ കോണ്ടാക്ട് ലെൻസ് പോലെ ഉണ്ട്, വലിയ കളർ ചേഞ്ച് ഒന്നുമില്ല കണ്ണിന്. ഞാൻ പിന്നെ ലെൻസ് യൂസ് ചെയ്യുന്നത് കളർ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല, എനിക്ക് കണ്ണിന് പവർ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ലെൻസ് യൂസ് ചെയ്യണത്. നമ്മളിപ്പം ഗ്ലാസ് വെക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ആ സമയം ലെൻസ് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങണതാണ്. ഇത് നമുക്ക് 1 മാസത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്ന ലെൻസാണ്. പിന്നെ അതിൻ്റെ കൂടെ ലെൻസ് കേസും വന്നിട്ടുണ്ട്. സൊല്യൂഷൻ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 72 hours ഉള്ളിൽ കൊറോണ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആവശ്യമാണ്. അതായത് നെഗറ്റീവ് ആണെന്നുള്ള റിസൾട്ട് നമ്മുടെ കയ്യിൽ വെക്കൽ നിർബന്ധമാണ്. അതും ആൻറ്റിജൻ അല്ല തോന്നുന്നുണ്ട്, മറ്റ് വലിയ ടെസ്റ്റ് തന്നെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഉപ്പാൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് മഗ്‌രിബിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഉപ്പക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്, പോകാനായതല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പിന്നെ അന്നാണ് ഹൈലൈറ്റ് മോളിൽ അൽബേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങോട്ടും പോകണം. ഉപ്പക്ക് ഡ്രസ്സും അവിടെ നിന്ന് തന്നെ നോക്കാൻ വിചാരിച്ചിട്ട് നമ്മളിപ്പം ഹൈലൈറ്റ് മോളിലേക്കാണ് പോണത്. ഹൈലൈറ്റ് മോളിൻ്റെ ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ്സൊക്കെ കൊടുത്തേന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും നെസ്റ്റോയിൽ കയറാനായിട്ട് ഇങ്ങനെ ഒരു ത്വര ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നേരെ തന്നെ നമ്മൾ ആദ്യം അൽബേക്കിൻ്റെ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്, അതായത് ഈ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. പിന്നെ പോണ വഴിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബറേയും കണ്ടു. വല്ലാതൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, ഒരു കുറച്ച് നേരം മാത്രം സംസാരിച്ചിട്ട് അവരും അൽബേക്കിലേക്കായിരുന്നു.
അനീസ്ക ഉണ്ടേനു അവിടെ. അങ്ങനെ അനീസ്കാൻ്റെ അടുത്ത് നമ്മളിങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ മാത്രം താഴത്തേക്ക് ഡ്രസ്സ് നോക്കാനായിട്ട് പോയി. അനീസ്കക്ക് അവിടെ പിന്നെയും എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആൾ വരുന്നില്ല എന്ന് പറഞ്ഞ്. ആദ്യം നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കയറി നോക്കി. അപ്പോൾ അവിടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കളക്ഷനും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ ട്രയൽ സമ്മതിക്കുന്നില്ലേനോ, അതായത് ഡ്രസ്സ് ഇട്ട് നോക്കാനായിട്ട് അവിടെ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഫിറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാവുമല്ലോ. ഇതിപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നം കാരണമാണ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇവിടുന്ന് എടുക്കണ്ട, വേറെ എവിടുന്നെങ്കിലും പോയി നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ഉപ്പക്ക് ഇങ്ങനെ ഇട്ട് നോക്കി ഫിറ്റായത് മാത്രമേ ഉപ്പ എടുക്കുകയുള്ളൂ. ലെൻസോളിൻ്റെ തന്നെ ഷോറൂമാണ്. അങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടാവലുണ്ട്. ഉപ്പ ഇങ്ങനെ കൊല്ലത്തിൽ മാത്രമേ ഷർട്ട് എടുക്കുകയുള്ളൂ. ആകെ ഈ വരുന്ന വരവിൽ മാത്രം ഉപ്പ 1-2 ഷർട്ട് എടുത്താലായി. അധികം ഡ്രസ്സിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് കേട്ടോ. നമ്മളിങ്ങനെ നിർബന്ധിക്കണം, ഇടുക്കി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ മാത്രമേ എടുക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ട്രയൽ ചെയ്ത് നോക്കാനായിട്ട് അവർ അലൗ ചെയ്യുന്നുണ്ടേനി. അങ്ങനെ ഉപ്പക്ക് ഷർട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാക്കിയുള്ള പ്രൊഡക്ട്സും വെറുതെ ഒന്നിങ്ങനെ നോക്കുന്നുണ്ട്. ഈ ഷർട്ട് നല്ല രസമുണ്ടേനു ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷേ ഇട്ടതിന് ശേഷം അതൊരു നരച്ച പോലെയുള്ള പോലെ തോന്നി. അപ്പം ഇതാണ് പ്രശ്നം. നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസം തോന്നും നമുക്ക്, പക്ഷേ ഇടുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മാത്രമേ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ തന്നെ നിന്ന് കഴിച്ചിട്ടുണ്ടേനി. ഇപ്പം എനിക്കിഷ്ടാവണത് ഇവർക്ക് സെബിക്കും എനിക്കും ഇഷ്ടാവില്ല, അല്ലെങ്കിൽ ഉമ്മക്ക് ഇഷ്ടാവില്ല. അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടവും ഇഷ്ടക്കുറവൊക്കെ നോക്കിയിട്ടായിരുന്നു നമ്മൾ ഷർട്ട് സെലക്ട് ചെയ്തിരുന്നത്. പറയുമ്പോൾ ഉപ്പക്കാണ് ഷർട്ട് എടുക്കുന്നത്. അപ്പോൾ ഉപ്പ അങ്ങനെ അഭിപ്രായമൊന്നും പറയില്ല കേട്ടോ. എനിക്കത് വേണം ഇത് വേണമെന്നൊന്നും പറയില്ല. ഉപ്പ ഇങ്ങനെ നമ്മളോട് ചോദിക്കും ഇത് രസമുണ്ടോ, അങ്ങനെ നമ്മൾ ഓക്കെ പറഞ്ഞാലാണ് ഉപ്പ അത് എടുക്കുക. അങ്ങനെ നമ്മുടെ സെലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇതായിപ്പം ഷർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഷർട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും സമയം ഒരുപാട് ലേറ്റായി. 9:45 ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഷോപ്സും ക്ലോസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള പർച്ചേസ് ഒന്നും നടന്നിട്ടില്ല. ഷോപ്പുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഇത്രയും ലേറ്റ് ആയതല്ലേ നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണ്. നമ്മളിങ്ങനെ സെലക്ഷൻ ചെയ്തിട്ട് കുറേ ലേറ്റായി പോയതാണ്. അപ്പോൾ പിന്നെ ഇനി വേറൊന്നിനും നിന്നില്ല. നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാഗറിലേക്ക് കേട്ടോ പോയിനത്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സാഗർ. അവിടെ നല്ല അടിപൊളി ഫുഡായിരുന്നു നമുക്ക് കിട്ടലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നല്ലപോലെ ലേറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഫുഡ് വരാനായിട്ട് ഒരുപാട് സമയമെടുത്തു. ഏതാണ്ട് ഒരു 20 മിനിറ്റിലും കൂടുതൽ എടുത്തിട്ടുണ്ട് ഫുഡ് വരാനായിട്ട്. അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയി, കാരണം നല്ല വിശക്കുന്നുണ്ടേനു. സമയം ഒരു 10 മണീൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടേനി. അപ്പം ഫുഡ് ലേറ്റ് ആവാന്ന് പറയുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര വിഷമം വരുമല്ലോ. അതാ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. വിശപ്പ് കാരണം പിന്നെ ഞാൻ വല്ലാതെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, അണ്ട് കഴിക്കാനുണ്ടായത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ വലിയ പരിപാടികളൊന്നും ഇല്ലേനു. നേരെ വീട്ടിലെത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങി. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. ഇന്നാണ് ഉപ്പ പോകുന്നത്. അപ്പോൾ ഇന്ന് ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പത്തിരിയാണ്. ഈ തേങ്ങാപ്പത്തിരി പറയുമല്ലോ, അതും തക്കാളിക്കറിയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉപ്പാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടിയിലേക്ക് ആക്കണതൊക്കെ ഉമ്മ ആണ് ചെയ്യൽ. അതൊന്നും നമുക്ക് വലിയ പിടിയില്ല. അതുപോലെ അതാ ഇന്നലെ റെഡിയാക്കിയിട്ടുള്ള കൂരം വറുത്തത് ഇങ്ങനെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പക്ക് ഇനിയിപ്പം ക്വാറൻറ്റൈൻ ഇരിക്കുന്ന സമയത്ത് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആക്കി കൊടുത്തതാണ്. ഉപ്പൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ.
പിന്നെ ഉപ്പക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കുകയാണ് ഉമ്മ. അതായത് എയർപോർട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഉപ്പക്ക് ഒരു ലേ ഓവർ ഉണ്ട്, ഡൽഹിയിൽ കുറച്ചധികം സമയമുണ്ട്, ഏതാണ്ട് 11 മണിക്കൂറോളം ഉണ്ട് തോന്നുന്നു. അപ്പം കഴിക്കാനും പിന്നെ അതുപോലെ ഇനി കയറുന്ന സമയത്ത് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള ഫുഡ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് ചിക്കൻ പൊരിക്കാനുള്ള കായം തേച്ച് വെക്കുകയാണ് ചിക്കനെല്ലാം. കറി ഉമ്മ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചിക്കൻ കറിയാണ്. പിന്നെ അതിലേക്ക് പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപ്പക്ക് ചപ്പാത്തി ഇഷ്ടമാണ്, എന്നാലും പത്തിരിനോട് കൂടുതലൊരു ഇഷ്ടമാണ്, അതുകൊണ്ട് പത്തിരിയാണ് ഇപ്പം റെഡിയാക്കുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ പൊടി തട്ടാതെയാണ് പത്തിരി ഉണ്ടാക്കുക. പക്ഷെ ഉപ്പക്ക് പൊടി തട്ടിയ പത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അത് റെഡിയാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ളതും ചെയ്യുന്നുണ്ട്, പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചക്ക് അനീസ്ക വന്നിട്ടുണ്ടേനു, അപ്പം നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഉപ്പൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം വൈകുന്നേരം ഒരു 7 മണി 8 മണി സമയത്തൊക്കെയാണ്. അപ്പം ഇപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. സമയം ഒരു 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഉമ്മ ഇപ്പം ഫുഡ് പാക്ക് ചെയ്തിട്ടുണ്ട്. ഉപ്പാക്കുള്ള അലൂമിനിയം ഫോയിലിൻ്റെ ആ കവറിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലാവുമ്പം ചൂട് വല്ലാതെ അങ്ങോട്ട് ആറൂല. അങ്ങനെ അത് പേപ്പറിൽ റാപ്പ് ചെയ്തിട്ട് പിന്നെ കവറിലിടുകയാണ് ചെയ്തത്. ഉപ്പാൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും പിന്നെ നമ്മുടെ നെയ്ബേഴ്സും എല്ലാവരും വരുന്നുണ്ട്. ഇനി ഉപ്പ ഇത്രയും ഒരു ലോങ് ആയിട്ട് നിന്നത് ഇതാദ്യമായിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും വരും, എല്ലാ വർഷവും വരും. എന്നിട്ടൊരു 40 ദിവസത്തെ ലീവ് കഴിഞ്ഞാൽ ഉപ്പ തിരിച്ചു പോവാണ് ഉണ്ടാവല്. ഇതിപ്പോൾ ഈ കൊറോണ കാരണം ഏതാണ്ട് ഒരു 4 മാസത്തോളം ഉപ്പ നാട്ടിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യം പോകുന്നതിനേക്കാളും കൂടുതലൊരു വിഷമം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇപ്പോൾ പോകുമ്പം. എന്താ വെച്ചാൽ ഈ പ്രാവശ്യം ഇപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ടായിരുന്നു, ഒരു ജോളി മൂഡിലായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴും ഇപ്പോൾ കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ വന്ന സമയത്തൊക്കെ ഇപ്പോൾ കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. മേ ബി ഒന്ന് അയഞ്ഞ് തന്നാൽ തലയിൽ കയറുന്ന മക്കളായതുകൊണ്ടാവും അത്രയും സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു ഉപ്പം നിന്നിരുന്നത്. ഇപ്രാവശ്യം ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലേനോ, നമ്മുടെ കൂടെ എല്ലാത്തിനും കട്ടക്ക് നിന്നിട്ടുണ്ടേനി. അതുകൊണ്ട് പോകുമ്പോൾ ഉപ്പക്കും നമുക്കൊക്കെ ഒരുപാട് വിഷമമുണ്ട്. ഇനി അങ്ങനെ ദാ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അനീസ്ക ട്രോളി കൊണ്ടുവരികയാണ്. പിന്നെ ഇപ്പം പോണത് നേപ്പാളിലേക്കാണ്. നേപ്പാളിൽ 2 വീക്സ് ക്വാറൻറ്റൈൻ ഇരുന്നതിന് ശേഷമാണ് സൗദിയിലേക്ക് പോണത്. കാരണം സൗദിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഫ്ലൈറ്റ് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ കറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇപ്പം ഫ്ലൈറ്റ് കയറാനായിട്ട് പോണത് ഡൽഹിക്കാണ് കേട്ടോ. ഡൽഹിയിൽ നിന്ന് 11 മണിക്കൂർ ലേ ഓവറൊക്കെ കഴിഞ്ഞതിന് ശേഷം നേപ്പാളിലേക്ക് കയറും. പിന്നെ അവിടെ 2 വീക്സ് ഇരിക്കും, അതിനുശേഷം സൗദിയിലേക്ക് പോവും. ഇതുവരെ സൗദിയിൽ എത്തിയിട്ടില്ല, കുറച്ച് ദിവസമായി ഇപ്പോൾ പോയിട്ട്, ഏതാണ്ട് ഒരു 5 ദിവസമൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലായിടത്തും യാത്ര പറയാണ്. ഭയങ്കര ഒരു സങ്കടമുള്ളൊരു നിമിഷമാണിത്, ഇങ്ങനെ യാത്ര പറഞ്ഞ് പോകുമ്പോൾ. ഉപ്പൻ്റെ ഫ്രണ്ട് വരുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നതിന് ശേഷം രണ്ടുപേരും ഉള്ളിലേക്ക് കയറിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ 4 മാസത്തെ ലീവിന് ശേഷം ഉപ്പ വീണ്ടും തിരിച്ചു പോയി. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്